നാടക സംഘം സഞ്ചരിച്ച വാൻ മറിഞ്ഞ് 2 നടിമാർ മരിച്ചു. സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം അവര് ബത്തേരിക്ക് പോകുന്ന വഴിക്കായിരുന്നു ഈ അപകടം ഉണ്ടായത്. കായംകുളം ദേവ കമ്മ്യൂണിക്കേഷന്റെ നാടക ട്രൂപ്പ് കടന്നപ്പള്ളി ഒരു നാടകം കഴിഞ്ഞിട്ട് അവര് അടുത്ത നാടകം ബത്തേരി നാടകോത്സവത്തിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അവര് സഞ്ചരിച്ച വാഹനം പേരിയ ചുരം വഴി പോകാൻ പറ്റാതെ മലയമ്പടി എത്തിയപ്പോൾ തലകുത്തി മറിഞ്ഞു. മൂക്കിടിച്ചാണ് വാഹനം താഴോട്ട് വീണത്. ഏകദേശം 14 പേരുണ്ടായിരുന്നു ആ മിനി വാഹനത്തിൽ. അതിലെ 2 നടിമാരാണ് മരണപ്പെട്ടത്. കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി ജെസ്സി മോഹന് 57 വയസ്സ്. അതുപോലെ കായംകുളം മുതുകുളം സ്വദേശിനി അഞ്ജലി, അവർക്ക് 32-31 വയസ്സുണ്ട്. ഇവര് 2 നടിമാരും കുറെ നാളുകളായി ഈ ട്രൂപ്പിൽ അഭിനയിച്ചു വരികയാണ്. കേരളത്തിൽ പല സ്ഥലത്തും പോകും. അതിൽ ഒരു നടിയുടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയെന്നാണ് അറിയുന്നത്. വലിയ കഷ്ടപ്പെട്ടിട്ടാണ് ആ 2 കുടുംബങ്ങളും കഴിഞ്ഞുകൂടുന്നത്. അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. സർക്കാരിൻ്റെ നിന്ന് ഒരു പൈസയും കിട്ടുന്നില്ല. ഈ നാടക വരുമാനം കൊണ്ട് അതുങ്ങൾ കഷ്ടിച്ച് ജീവിക്കുകയാണ്. വാടക കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ഈ പരിസ്ഥിതിയിലാണ് അതുങ്ങളുടെ ജീവിതം. ഒരു ശല്യവും സർക്കാരിനോട് കാണിക്കാതെ അതുങ്ങൾ സ്വയം അഭിനയ രംഗത്ത് ഓരോരോ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അഭിനയിച്ച് അതിൻ്റെ പണം കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ സർക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് മരിച്ചവർക്ക് 25,000 രൂപ വെച്ച് പ്രഖ്യാപിച്ചു. അതെന്തായാലും ശരിയായില്ല. കാരണം അവരുടെ ആ ഡെഡ് ബോഡി അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നാട്ടിൽ എത്തി അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യിക്കാൻ അതിനുപോലും അവരുടെ പൈസ ഇല്ല. പിരിവെടുത്ത് വേണം നടത്താൻ. അല്ലെ നാടകക്കാർ സഹായിക്കണം. ആ നാടക ട്രൂപ്പൊക്കെ നമുക്കറിയാം കേരളത്തിൽ എങ്ങനെയാണ് നടന്നു പോകുന്നതെന്ന്. ആ നാടകത്തിന് കോൺട്രാക്ട് അനുസരിച്ചുള്ള പണം, ആ വണ്ടിയുടെ വാഹനത്തിൻ്റെ ഓടിക്കാനുള്ള ചെലവ്, ഡ്രൈവറുടെ ചെലവ്, അങ്ങനെ 100 പ്രാരാബ്ദങ്ങൾ കൊണ്ടാണ് കേരളത്തിലെ നാടക ട്രൂപ്പുകൾ മുന്നോട്ട് പോകുന്നത്, ആ നാടകട്രൂപ്പ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത് ശ്രദ്ധിക്കണം. 25,000 രൂപ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളൂ. മരണം പറഞ്ഞവരുടെ വീട്ടുകാർക്കാണ് 25,000. ദയവ് ചെയ്ത് സർക്കാരിന് എത്ര കടം ഉണ്ടെങ്കിലും ശരി, ഇതുവരെയുള്ള സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ആ മരണപ്പെട്ട 2 വീട്ടുകാർക്കും, അത് പ്രത്യേകിച്ച് അഞ്ജലിയുടെയും അതുപോലെ തന്നെ ജെസ്സി മോഹന്റെ വീട്ടുകാർക്ക് 5 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത്, കൂടുതൽ ചോദിക്കുന്നില്ല, കുറഞ്ഞത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ശ്രദ്ധിക്കണം ഇത്. കാരണം അത് സാംസ്കാരിക വകുപ്പിന്റെ ശ്രദ്ധ പതിയേണ്ട കാര്യമാണ്. ഇത് വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന അഭിനയ നേതാക്കളാണ്. അതുകൊണ്ട് അവർക്ക് പണം കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് 25,000 ഒക്കെ കൊടുക്കാൻ പറ്റുന്നത് അത് വളരെ നിസ്സാര തുകയും ഒരു കാര്യത്തിനും ഉപയോഗപ്രദമല്ല. അത് ആ മരിച്ച വീട്ടുകാർക്ക് ഒരു 5 ലക്ഷം രൂപയും, പരിക്കേറ്റ ആ 14 പേർക്ക് അവർക്ക് ഓരോ ലക്ഷം രൂപയും കൊടുക്കണം. എങ്ങനെയായാലും ശരി ഒരു 10-25 ലക്ഷം രൂപ മൊത്തം സർക്കാരിന് ഈ ഒരു കാര്യത്തിൽ ചെലവാക്കേണ്ടി വരും. അത് കൂടുതൽ ചോദിക്കുന്നുമില്ല, ആവശ്യപ്പെടുന്നുമില്ല. കേരളത്തിലെ നാടക സംഘങ്ങളുടെ അവരുടെ അവസ്ഥ, ആ ഓരോ കുടുംബത്തിന്റെ അവസ്ഥ, രാത്രി മുഴുവൻ നാടകവും പകൽ മുഴുവൻ സഞ്ചാരവുമായിട്ട് വല്ലപ്പോഴും വീട്ടിൽ വരും, അത്യാവശ്യം പൈസ കൊടുക്കും, ഒരാഴ്ചത്തെ പൈസ ചിലപ്പം ഒന്നിച്ച് വീട്ടിൽ കൊടുക്കും. അങ്ങനെ കുടുംബം പുലർത്തുന്നതാണ്. അവർക്കൊക്കെ അവരുടെ മക്കളെ നോക്കാൻ പോലും കഴിയില്ല, വരുമാനം നിന്നു പോകും. അത് വളരെ ശോച്യാവസ്ഥയിൽ തന്നെയാണ് കേരളത്തിലെ നാടക സംഘങ്ങൾ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ദേവ കമ്മ്യൂണിക്കേഷൻ കായംകുളത്തും ചങ്ങനാശ്ശേരിയിലും മൂവാറ്റുപുഴയൊക്കെ നമുക്കറിയാം, കോഴിക്കോടുണ്ട് നാടക സംഘങ്ങൾ. പ്രാദേശികമായ തലത്തിൽ വളരെയധികം നാടക സംഘങ്ങളുണ്ട്. അവർക്കൊക്കെ ഒരു അപകടം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇത് ശ്രദ്ധിക്കണം. സജി ചെറിയാന്റെ അടിയന്തര ശ്രദ്ധയുണ്ടാകണം. 10-25 രൂപ സർക്കാരിന് ഏതായാലും ചെലവാക്കേണ്ടി വരും. 5 ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ മറ്റവർക്കൊന്നും ചികിത്സിക്കാനൊന്നും പണമില്ല. അതുങ്ങൾക്ക് ഓരോ ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. ഇനി അതുങ്ങൾ ആ വാഹനം നന്നാക്കി തിരിച്ച് എത്ര ലക്ഷം രൂപ ചെലവാക്കി വേണം ഒന്ന് നോർമൽ ആകാൻ. അതുകൊണ്ട് സർക്കാർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം അപകടം ഒരു രാത്രിയിൽ ഉണ്ടായതാണ്. വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ് ഉണ്ടായത്.
മലയമ്പടി എത്തിയപ്പോൾ അവർക്ക് റൂട്ട് തെറ്റിപ്പോയി. കാരണം നെടുമ്പൊയിൽ ചുരം റോഡ് അടച്ചിട്ടിരിക്കുന്ന വിവരം അവരറിഞ്ഞില്ല. അവർ ആ വഴി പോയി പേരിയ ചുരം വഴി പോകാൻ പറ്റാതെ വന്നപ്പം മലയമ്പടി എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിൽ ഇവർക്ക് പരിചയമില്ലാത്ത ഒരു വഴി കൂടെ പോയി ഒരു വലിയ വളവിന്റെ അവിടെ ഈ വാഹനം തിരിയാതെ, രാത്രിയിലാണ്, 4 മണിക്കാണ്, അത് മൂക്കിടിച്ചു വീണു. അങ്ങനെയാണ് രണ്ടുപേര് ഇമ്മടിച്ചായിട്ട് മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന, കലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊന്നും വലിയ സാമ്പത്തിക ശേഷിയൊന്നും ആർക്കുമില്ല. അവരെയൊക്കെ സഹായിക്കേണ്ട ഒരു ചുമതല സർക്കാരിനുണ്ട്. അതുകൊണ്ട് എത്രയോ കോടി രൂപ നമ്മൾ പാഴായി പോകുന്നു. അതുകൊണ്ട് ഈ കുടുംബത്തിന് അടിയന്തരമായ ഒരു ആശ്വാസം ലഭിക്കണം. അതുകൊണ്ട് അടിയന്തരമായിട്ട് തന്നെ ഒരു 5 ലക്ഷം രൂപ മരിച്ചവർക്കും അല്ലാത്തവർക്കും ഓരോ ലക്ഷം കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.